നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഒരു ബാങ്ക് ജോലി, സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. പൊതുമേഖലയിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ക്രെഡിറ്റ് ഓഫീസർമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 514 ഒഴിവുകളാണ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ളത്. ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് 2026 ജനുവരി 5 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണണം. അതുപോലെ എലിജിബിൾ ആയ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുകയും കൂടെ ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാൻ. ഞാൻ പറഞ്ഞു 2025 ഡിസംബർ 20 മുതൽ 2026 ജനുവരി 5 വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയാം. ഏജ് മറ്റ് ക്വാളിഫിക്കേഷൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നവംബർ 1, 2025 അടിസ്ഥാനമാക്കിയാണെന്ന കാര്യം കൂടി ആദ്യം തന്നെ ഓർമ്മിക്കുക. ഇനി വേക്കൻസികൾ ഡീറ്റെയിൽസ് പറയാൻ 514 ഒഴിവുകളിൽ ക്രെഡിറ്റ് ഓഫീസർ SMGS 4 എന്ന ഗ്രേഡിൽ 36 ഒഴിവുകൾ, MMGS 3 എന്ന കാറ്റഗറിയിൽ 60 ഒഴിവുകൾ, MMGS 2 എന്ന കാറ്റഗറിയിൽ 418 ഒഴിവുകൾ, അങ്ങനെ ആകെ 514 ഒഴിവുകളാണുള്ളത്. ഇതിലേക്കുള്ള ഏജ് പറഞ്ഞിട്ടുള്ളത് SMGS 4 എന്ന കാറ്റഗറിയിലേക്ക് 30-40 വയസ്സിലുള്ളവർക്കും, അതുപോലെ MMGS 2 എന്ന കാറ്റഗറിയിലേക്ക് 28-38 വയസ്സിലുള്ളവർക്കും, MMGS 2 എന്ന കാറ്റഗറിയിലേക്ക് 25-35 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇതിലേക്ക് എല്ലാത്തിനും ക്വാളിഫിക്കേഷൻസ് 60% മാർക്കോടെയുള്ള ഏതെങ്കിലും അംഗീകൃത സർവകലാശാല ബിരുദമാണ് എന്ന കാര്യം മനസ്സിലാക്കുക. SC/ST-കാരെ കണ്ടെങ്കിൽ 5% മാർക്ക് കുറവ് മതി. എന്നാൽ SMGS 4 എന്ന ഗ്രേഡിലേക്ക്, അതായത് സീനിയർ ഗ്രേഡിലേക്ക് 30 മുതൽ അതിലേക്ക് 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. MMGS 3 എന്ന കാറ്റഗറിയിലേക്ക് 5 വർഷവും, MMGS 2 എന്ന കാറ്റഗറിയിലേക്ക് 3 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമായും ക്വാളിഫിക്കേഷൻ നേടിയതിനു ശേഷം ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ശമ്പള സ്കെയിൽ 64,820 1,02,300 എന്നാണ് അടിസ്ഥാന ശമ്പളം ലഭിക്കുക. പ്രായമൊക്കെ ഞാൻ പറഞ്ഞു 1/1/2025 അടിസ്ഥാനമാക്കിയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. ക്വാളിഫിക്കേഷൻസ് കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ SC/ST-കാരെ കാണുന്നതിന് 5 വർഷവും, OBC നോൺ ക്രീമികൾക്ക് 3 വർഷവും, ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ 10 വർഷവും ഉയർന്ന പ്രായപരിധിയിലെ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇപ്പോൾ ഓരോ കാറ്റഗറിയിലും ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അത് വിശദമായ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ഇംഗ്ലീഷ് ലാംഗ്വേജ് 25 മാർക്ക്, റീസണിംഗ് 25 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 മാർക്ക്, പ്രൊഫഷണൽ നോളജ് റിലേറ്റഡ് ടു ദ പോസ്റ്റ് അനുസരിച്ചുള്ള റിലേറ്റഡ് ചെയ്ത് 75 ക്വസ്റ്റ്യൻസ് 75 മാർക്ക്. അങ്ങനെയാകെ 2 മണിക്കൂറായിരിക്കും പരീക്ഷ. 150 ചോദ്യങ്ങളും 150 മാർക്കും ആയിരിക്കും മൊത്തം പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക. അതിൽ ക്വാളിഫൈ ചെയ്യുന്നവർക്ക് പിന്നീട് ഇന്റർവ്യൂ ഉണ്ടാകും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. നെഗറ്റീവ് മാർക്കും ഉണ്ടായിരിക്കുക എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഓൺലൈൻ ടെസ്റ്റും പേഴ്സണൽ ഇന്റർവ്യൂ ആണ്. ഇനി ഇൻ കേസ് ഓൺലൈൻ ടെസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പേഴ്സണൽ ഇന്റർവ്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക. ഇതിലേക്കുള്ള എക്സാമിനേഷൻ സെന്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ 2 സെന്ററുണ്ട്. തിരുവനന്തപുരവും എറണാകുളവും എക്സാമിനേഷൻ സെന്ററാണ്. നിങ്ങൾക്ക് അതിലുള്ള സെന്റർ വേണേൽ ചൂസ് ചെയ്യാനായിട്ട് പറ്റും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഇനി നമുക്ക് എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുന്നത്? അതിലേക്ക് ആദ്യം നിങ്ങളൊരു ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ഉണ്ട്, പിന്നെ പേയ്മെന്റ് ഓഫ് ഫീസും, പിന്നെ ഫോട്ടോഗ്രാഫ്, അതുപോലെ നിങ്ങളുടെ സിഗ്നേച്ചർ, ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ, ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ, ഇതൊക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അതുപോലെ എക്സ്പീരിയൻസ്, മറ്റേ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ കോപ്പിയും കൂടെ നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഇതിലേക്ക് ഡിസംബർ 20 മുതൽ ജനുവരി 5 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുന്നത്. ഒരിക്കൽ കൂടി ഓർമ്മിക്കുക. ഇപ്പൊ സ്കാൻ ചെയ്തതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വിശദമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ അത് നോക്കി മനസ്സിലാക്കാൻ പറ്റും. ഏതൊക്കെ സൈസിലാണ് ചെയ്യേണ്ടെന്ന കാര്യം കൊടുത്തിട്ടുണ്ട്. അപേക്ഷാ ഫീസ് ഉണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ 850 രൂപയാണ് അപേക്ഷാ ഫീസും, ഇന്റിമേഷൻ ചാർജ് ഉൾപ്പെടെ. എന്നാൽ SC/ST-കാർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും ഇന്റിമേഷൻ ചാർജ് 175 രൂപ മാത്രം കൊടുത്താൽ മതിയാവും. ഓൺലൈനായിട്ട് തന്നെ വേണം ഫീസ് അടയ്ക്കാനായിട്ടുള്ളത്. www.bankofIndia.bank.in എന്ന സൈറ്റ് വഴി വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. ആ സൈറ്റ് ഓപ്പൺ ചെയ്യുക, കരിയർ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, റിക്രൂട്ട്മെന്റ് ഓഫ് ക്രെഡിറ്റ് ഓഫീസേഴ്സ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഡീറ്റെയിൽസ് കൊടുത്ത് അപ്ലൈ ഓൺലൈൻ കൊടുത്തതിന് ശേഷം ബാക്കി ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓൺലൈനായിട്ട് തന്നെ ഫീസ് അടയ്ക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടാവും. മറ്റ് ഡോക്യുമെന്റ്സ് എല്ലാം, ഫോട്ടോ, അതുപോലെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, അതേപോലെ സിഗ്നേച്ചർ, കറുത്ത മഷി കൊണ്ട് വെള്ള പേപ്പർ സൈൻ ചെയ്തതിന് ശേഷം അത് സൈൻ ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷന്, അതേപോലെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഉണ്ട്, അത് സ്മോൾ ലെറ്റർ എഴുതുക, അതും ഡിക്ലറേഷൻ എഴുതുക. സിഗ്നേച്ചർ സ്മോൾ ലെറ്റർ ആയിരിക്കണം എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ സ്കാൻ ചെയ്ത ശേഷം അതെല്ലാം അപ്ലോഡ് ചെയ്യണം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി 2025 ഡിസംബർ 2026 ജനുവരി 5 ആണെന്ന കാര്യം ഓർമ്മിക്കുക. താല്പര്യമുള്ള ഒരു അവസാനം പരമാവധി പ്രയോജനപ്പെടുത്തുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാറുള്ളത്. ഇത്രയും തന്നെ വീഡിയോ പൂർണ്ണമായും കണ്ട് നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്ലൈ ആണ് ലിങ്കും ഡീറ്റെയിൽസ് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം. താങ്ക് യു.